സോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാക്കോച്ചൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഉന്മാദം, അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ടീസർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. എഡിറ്റർ കിരൺ ദാസ് ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഷാഹിദ് കബീർ എഴുതുന്നു. അതുകൊണ്ട് തന്നെ ടീസറും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഓ, ഒന്ന് ടീച്ചർ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്തോ ഒരു അന്വേഷിക്കുന്നത് ആര് എപ്പോൾ എങ്ങനെ എന്തിന് എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പിന്നാലെ പോയിട്ടുള്ളവർക്ക് പണി കിട്ടുന്നുണ്ട്. എന്താ സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ടോ? അതാണ് ഈ ഉന്മാദത്തിൽ പല്ലിയുടെ ഒരു ഷേപ്പ്. ആ ഫയലാണ് നമ്മൾ തൊട്ടെന്നാണ് ഇനി സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റിയ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ക്രൈം സീനിൽ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ ഇത്തരം മണ്ടത്തരങ്ങൾ പറയാതിരിക്കുക. അന്ധവിശ്വാസമല്ലേ സ്റ്റേഷനിലെ പോലീസുകാരെ ഫൈൻ പിടിക്കുമോ? കേസാണ് നീ അതിൽ പിടിക്കുന്നത്. എന്തൊരു സാറേ ഇന്ന് പഞ്ചമിയാണ്. ചിലപ്പോൾ നാളെ എനിക്കൊരു സസ്പെൻഷൻ അടിച്ചു കിട്ടും. എന്നാ റിലീസ് ഈ മാസം ഉണ്ടോ? 31. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രിമൈസ് ഉള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ ബോബന് മറ്റേ അഭിനയിച്ച് അല്ലേ, പുള്ളിയുടെ പെർഫോമൻസ് പറയുന്ന പോലെ പതിവ് പോലെ എൻ്റെ പെർഫോമൻസ് കിടിലമാണ് എന്ന് പറയുന്ന, പക്ഷേ ജനങ്ങൾ വന്ന് കാണണം. അതെ, ഇത് രസമുള്ള ഷാഹിദ് കബീറാണ് എഴുതുന്നത്. അറിയാമല്ലോ, പോലീസ് പടം എന്ന് പറഞ്ഞാൽ അത് ഷാഹിദ് കബീറിൻ്റെ കയ്യിൽ ഭദ്രമാണ്. പിന്നെ കിരൺ ദാസിൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. പുള്ളി എഡിറ്റ് ചെയ്യുന്ന പടങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങളാണ്. അതായത് പുള്ളിയുടെ എഡിറ്റിംഗ് സ്റ്റൈൽ തന്നെ കഥ പറച്ചിലാണ്. പുള്ളിയുടെ എഡിറ്റിങ്ങിലൂടെ പുള്ളി കൂടുതലും എത്തിച്ച് വർക്ക് ചെയ്യുന്നത്. ഫ്ലാഷി കട്ട്സിനപ്പുറത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എഡിറ്ററോടാണ്. ഇതിനകത്ത് ഇപ്പോൾ ത്രൂ ഔട്ട് പുള്ളിയുടെ ഫേസാണ്, നമ്മുടെ കുഞ്ചാക്കോന്റെ ഫേസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ക്യാരക്ടർ സ്റ്റഡി പോലത്തെ പരിപാടിയാണോ, അതായത് ഈ പറയുന്ന പോലെ ഈ കേസ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ടല്ലോ, അതിന്റെ റിവീലിന് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ അതിലേക്കാണോ പടം പോകുന്നത്, അതോ ജസ്റ്റ് ഈ ക്യാരക്ടർ സ്റ്റഡി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പല്ലി ഇത് ഈ ക്യാരക്ടറിന് ഇപ്പൊ ഹെറിഡിറ്ററി പോലത്തെ പടങ്ങളൊക്കെ മനസ്സിലായി. അതറിയില്ല, ഇത് ഹെറിഡിറ്ററി അല്ല, ഒരു ഓസ്ട്രേലിയൻ പടം ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ ഹൊററായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലത്തെ താഴെ പോലെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ലൈനിലാണ്, പക്ഷെ അത് ആക്ച്വലി വേറൊരു ജോണറാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സോ 31-ാം തീയതി പടം റിലീസാണ്. ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഷോ കാണുന്നതായിരിക്കും. ഒരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമായിരിക്കും. നല്ലൊരു സിനിമയാവാൻ ചാൻസ് ഉണ്ട്. മറ്റേ ഏതായിരുന്നു ഇവർ രണ്ടും കൂടെ ജീപ്പി പോകുന്നത്? റോന്ത് നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായ പടമാണ്. അതുകൊണ്ട് അതെ, അത് നമ്മുടെ ബാക്കിയുള്ള ജനങ്ങൾക്ക് അത്ര വർക്കായില്ലെന്ന് തോന്നുന്നു. സോ അപ്പോൾ ഇതും ഡെഫിനറ്റ്ലി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള പടം കൂടാണ്. നല്ലൊരു ട്രെയിലർ.